ഓം ശാന്തി. ബാബ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ട്രെയിനിങ് സെൻറ്റേഴ്സും അല്ലേ തൻ്റെ മക്കളുടെ ഭാവിയിൽ വിശ്വത്തിൻ്റെ കോണുകോണുകളിൽ ഈശ്വരീയ സേവനങ്ങൾ എങ്ങനെയെല്ലാം നടക്കുമെന്ന് ത്രികാലദർശിയായി കണ്ട് ബാബ തൻ്റെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും ത്രികാലദർശിയായി ചെയ്തു കൊടുത്തിട്ടാണ് പോയത്. അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ജഗദീഷ് ഭായി വരച്ച് കാണിച്ചു തന്ന ബാബയുടെ ചിത്രം. ബ്രഹ്മബാബ എത്ര വലിയ ത്രികാലദർശിയായിരുന്നു പ്രാക്ടിക്കലി. ഇന്നിനി നമുക്ക് കാണാം ബാബ എങ്ങനെയാണ് ഓരോ ഈശ്വരീയ സേവന കാര്യങ്ങളെയും ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ച് ഓരോ വിഭാഗങ്ങളായി തിരിച്ച് മക്കളെ ഏൽപ്പിച്ചത്. കുട്ടികളെ കൊണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ പ്രാവീണ്യത്തോടു കൂടി കർമ്മകുശലതയോടെ അത് ചെയ്ത് മുന്നോട്ട് പോകാൻ കുട്ടികളെ ബാബ പ്രാപ്തനാക്കിയത്. अब ऐसा लगता था कि बाबा सभी वर्षों को उनकी योग्यता के अनुसार ഇനി ഭായ് സാബ് പറയണേ പതുക്കെ കാണാൻ തുടങ്ങിയത് ബാബ ഓരോ ആത്മാവിൻ്റെയും യോഗ്യതകൾക്കനുസരിച്ച് ഓരോ കാര്യ വിഭാഗങ്ങൾ കുട്ടികളെ ഏൽപ്പിക്കാൻ തുടങ്ങി. പുതിയ സത്യുഗി സൃഷ്ടിയുടെ സ്ഥാപനയ്ക്ക് വേണ്ടിയിട്ട് ബാബ തൻ്റെ ആധ്യാത്മിക പൂന്തോട്ടം അവിടെ പവിത്രമായ വിത്തുകൾ വിതച്ച് തയ്യാറാക്കാൻ തുടങ്ങിയത് കാണാൻ കഴിഞ്ഞു. അതായത് ബാബ ആരംഭം മുതൽ നോക്കിയാൽ ആദ്യത്തെ 30-32 വർഷം, ബാബയ്ക്ക് ടോട്ടൽ 33 വർഷമാണല്ലോ സാകാര ശരീരത്തിലെ പാർട്ട് കിട്ടിയത് ശിവബാബയുടെ ഒപ്പം. ആ 30-32 വർഷക്കാലം ജ്ഞാനത്തിൻ്റെ അധ്യയനം, യോഗാഭ്യാസം, സേവന സാധനകൾ, ദിവ്യതയോടു കൂടിയ ഉയർന്ന ജീവിതം, അതിൻ്റെ എല്ലാം ഫലമായി ബ്രഹ്മകുമാരി സഹോദരിമാർ അവരുടെ വളരെ ബലവത്തായ ഒരു കൂട്ടായ്മ ബാബ തയ്യാറാക്കി. ഹർ വത്സ് ബ്രഹ്മവത്സ് കി അപ്പനി അപ്പനി കലായെ, ഓരോ കുട്ടികളും യജ്ഞനിവാസികൾ ഓരോരുത്തരും അവരവരുടേതായ കലകളിൽ പ്രാവീണ്യം നേടി തങ്ങളുടെ കഴിവുകൾ ഈശ്വരീയ പരിവാരത്തിന് മുന്നിൽ അവരവരുടെ കർമ്മങ്ങളിലൂടെ പ്രകടമാക്കി. अब इस ईश्वरीय विश्वविद्यालय का विरोधी भी, അപ്പോഴേക്കും എന്തായി 32 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈശ്വരീയ കാര്യത്തിന് വിരോധികളായി പ്രവർത്തിച്ചിരുന്നവരെല്ലാം പതുക്കെ പതുക്കെ തണുക്കാൻ തുടങ്ങി. ജനസമൂഹം ബ്രഹ്മകുമാരി സഹോദരിമാരുടെ പവിത്രത, പ്രഭു നിഷ്ഠത, സേവന താൽപ്പര്യം, സ്നേഹദാനം, കൂട്ടായ്മയിലെ ദൃഢത, ഓരോ സഹോദരിമാരുടെയും ത്യാഗം, തപസ്യ, ഈശ്വരനോടുള്ള അതിയായ പ്രേമം, ഇതെല്ലാം അതിൻ്റെ തീവ്രഗതിയിൽ जनसमूहത്തിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങി. साकार रूप में बाबा द्वारा कार्य समेटने की निराली युक्ति. അപ്പോഴേക്കും ബാബ എന്ത് ചെയ്തു?
ലാസ്റ്റ് വർഷം 32 വർഷവും ബാബ കുട്ടികളോടൊപ്പം തോളോട് തോൾ ചേർന്ന് സേവ ചെയ്തു. ലാസ്റ്റ് ഒരു വർഷം ബാബ പതുക്കെ കാര്യങ്ങൾ കുട്ടികൾക്ക് കൈമാറാൻ തുടങ്ങി. വളരെ യുക്തിയോടുകൂടി. ആർക്കും മനസ്സിലായില്ല ബാബ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആന്തരികമായി ബാബ വൈൻഡപ്പ് ചെയ്യായിരുന്നു. अब बाबा ഈ സൃഷ്ടി രൂപി സാകാർ കാര്യക്ഷേത്ര സേ, ഇനി നമ്മൾ കാണുന്ന ചിത്രം ഈ സൃഷ്ടിയാകുന്ന കർമ്മക്ഷേത്രത്തിൽ നിന്ന് ബ്രഹ്മബാബ തൻ്റെ കർത്തവ്യങ്ങളെ എങ്ങനെ വൈൻഡപ്പ് ചെയ്തു എന്നതാണ്. ബാബയ്ക്ക് നിക്കട്ട് ബൈഠ്നെ സെ ഹി, ബാബയുടെ അടുത്തിരിക്കുമ്പോൾ തന്നെ അനുഭവപ്പെടുമായിരുന്നു, വ്യക്തദേഹത്തിലിരിക്കുമ്പോഴും ബാബ അവ്യക്തസ്ഥിതിയിലാണ്. ബാബയുടെ മുഖത്ത് ചില സമയത്ത് തോന്നുമായിരുന്നു ചന്ദ്രൻ്റെ ശീതളപ്രകാശമാണ്. ചിലപ്പോൾ തോന്നും സൂര്യൻ്റെ തേജോമയമായ പ്രകാശമാണ്. ആ തിളക്കം കൊണ്ട് ബാബയുടെ തത്വനിർമ്മിതമായ ഈ ദേഹം അത്രത്തോളം പ്രകാശപൂർണമായി പ്രതിഫലിച്ചിരുന്നു. അത് മാത്രമായിരുന്നില്ല, ബാബയുടെ അരികിലെത്തുന്ന ഓരോരുത്തർക്കും സ്വയം ശാന്തിയുടെയും ശക്തിയുടെയും കറണ്ട് പ്രവഹിക്കുന്ന അനുഭവം, ദിവ്യമായ ഒരു ആഭയാൽ തങ്ങൾ വലയം ചെയ്യപ്പെടുന്ന പ്രതിഭാസം അനുഭവപ്പെടാൻ തുടങ്ങി. ഓരോരുത്തർക്കും തോന്നുമായിരുന്നു ബാബ സദാ ഒരു പ്രകാശക്കൂടാരത്തിൻ്റെ ഉള്ളിലാണ്. ആ ദിവ്യ ആഭമണ്ഡലം ഓരോ ചൈതന്യമൂർത്തിക്കും വളരെ സുഖകരമായ അനുഭവം പ്രദാനം ചെയ്തു. ബാബയുടെ ലാസ്റ്റ് ഒരു വർഷത്തെ സ്ഥിതിയെക്കുറിച്ച് പറയണം. 1969 ബാബ അവ്യക്തമാകുന്നത്. 68 അവസ്ഥയാണ് ബാബയുടെ. उन्हीं दिनों ब्रह्मा बाबा ने ब्रह्मा कुमारी मनमोहिनी, जो उस समय सेवा स्थानों का कंट्रोलर थी, उनको विभिन्न प्रदेशों में ईश्वरीय विश्वविद्यालय के सेवा केंद्रों के भ्रमण के लिए भेजा दिया था. बाबा ആ വർഷം 68 ലാസ്റ്റ് ദിവസങ്ങളിൽ മൻമോഹിനി ദീദിയാണ് യജ്ഞത്തിലെ കൺട്രോളർ എന്നറിയപ്പെട്ടിരുന്നത്. എല്ലാ സേവാ കേന്ദ്രങ്ങളുടെയും കൺട്രോളിങ് ദാദിയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ബാബ ഭാരതത്തിൽ നിന്നുണ്ടായിരുന്ന എല്ലാ സേവാ കേന്ദ്രങ്ങളിലേക്കും ദാദിയെ ടൂറിന് വേണ്ടി വിട്ടു. എല്ലാ സെൻറ്റേഴ്സും പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ദാദി ഓരോ സെൻറ്ററുകൾ തോറും ഇങ്ങനെ ടൂറിലായിരുന്നു. ഉന്നി ഹരേക്ക് സേവാ കേന്ദ്രയ്ക്ക്, അതായത് ബാബയുടെ ലക്ഷ്യം ഓരോ സേവാ കേന്ദ്രത്തിൻ്റെയും സ്ഥിതിഗതികളെ വിലയിരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ദീദിയെ അയച്ചിരുന്നത്. ഒപ്പം ഓരോ സേവാസ്ഥാനത്തെയും ഈശ്വരീയ വിദ്യാർത്ഥികളെ അടുത്ത് പരിചയപ്പെടാൻ, അവരെ മനസ്സിലാക്കുക, ആരാണ് ബാബയുടെ മക്കൾ, അവരുടെ അവസ്ഥ എന്താണ്, വ്യവസ്ഥ എന്താണ്, അവരിലൂടെ എന്തെല്ലാം ഈശ്വരീയ സേവനങ്ങളെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റും, അവരുടെ ഓരോരുത്തരുടെയും പുരുഷാർത്ഥം എന്താണ്, അവർ ഓരോരുത്തർ എത്രത്തോളം പക്കയാണ്, ബാബ എത്രത്തോളം അറിഞ്ഞവരാണ്, ഇതിൻ്റെ എല്ലാം ഒരു റിപ്പോർട്ട് ബാബയ്ക്കൊരു സ്ഥിതി വിവര കണക്ക് ആവശ്യമുണ്ടായിരുന്നു. इधर दूसरी ओर उन्होंने ब्रह्मा कुमारी प्रकाशमणि जी, जो कि इन दिनों मुंबई में सेवा केंद्र के इंचार्ज थे. ബാബ ശരീരം വിടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബാബ ചെയ്ത യുക്തി,
അതുവരെ ബാബയോടൊപ്പം സദാ ഉണ്ടായിരുന്നു ദീദി. പക്ഷേ ബാബ ശരീരം വിടുന്നതിന് കുറച്ച് മുമ്പ് എന്ത് ചെയ്തു? മാസങ്ങൾക്ക് മുമ്പേ ദീദിയെ ടൂറിന് അയച്ചു. പിന്നെയോ ദാദി പ്രകാശ്മണി ദാദിജി ഡിസംബർ ജനുവരി മാസങ്ങളിൽ ബാബ എന്ത് ചെയ്തു? ദാദിയെ ഒരു ഗ്രൂപ്പിനെയും കൊണ്ട് വന്നതാണ് ബോംബെയിൽ നിന്ന്. കാരണം ബോംബെയിലെ ഈശ്വരീയ സേവാ കേന്ദ്രങ്ങളുടെ ഇൻചാർജായിരുന്നു ദാദിജി. ദാദിജിയെ ആദ്യമായിട്ട് ബാബ ആഴ്ചകളോളം മധുബനിൽ നിൽക്കാൻ പറഞ്ഞു. ആദ്യമായിട്ടാണ് ബാബ. സാധാരണ വന്ന നല്ല സേവനം ചെയ്യുന്ന ദാദിമാരെ ബാബ ഇരുത്തില്ല, വേഗം പോയിക്കൊള്ളാൻ പറയും. लगातार कई सप्ताह मधुबन में अलौकिक सेवा में कार्यार्थ किया. പ്രകാശ്മണി ദാദിജിയെ ബാബ ആഴ്ചകളോളം തൻ്റെ കൂടെ ഇരുത്തി. इसके दौरान उन्होंने ईश्वरीय सेवा के प्रशासन कार्य किए. ആ സമയത്ത് ബാബ പ്രകാശ്മണി ദാദിജിക്ക് ഈശ്വരീയ സേവനങ്ങൾ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം, ആ ഭരണകല ബാബ പഠിപ്പിച്ചു കൊടുത്തു. और समर्पित वत्सों तथा सेवा केंद्रों पर आने वाले യജ്ഞത്തിലെ സമർപ്പിതരുടെ ജീവിതം, വന്നു പോകുന്ന ഈശ്വരീയ വിദ്യാർത്ഥികളുടെ ജീവിതം, അവയെല്ലാം എങ്ങനെ മുന്നോട്ട് നയിക്കണം എല്ലാം ബാബ പരിചയപ്പെടുത്തി കൊടുത്തു. इन्हीं दिनों बाबा को सेवा केंद्र से जो पत्र प्राप्त होते, ആ സമയങ്ങളിൽ ബാബയ്ക്ക് സെൻറ്ററുകളിൽ നിന്ന് ലഭിച്ചിരുന്ന ലെറ്ററുകൾ, उनके उत्तर में भी दिव्य गुणों की धारणा के लिए, ആ സമയത്ത് ലഭിച്ചിരുന്ന ആ ലെറ്ററുകളിലും ബാബ എന്ത് ചെയ്തിരുന്നു? ദിവ്യ ഗുണങ്ങൾ ജീവിതത്തിൽ ധാരണ ചെയ്യുന്നതിന് വേണ്ടി ഉത്തമ നിർദ്ദേശങ്ങൾ ബാബ കൊടുത്തുകൊണ്ടിരുന്നു. ധാരണയ്ക്കാണ് ബാബ മുഖ്യത്വം കൽപ്പിച്ചിരുന്നത് ആ സമയത്ത് എഴുതിയിരുന്ന ലെറ്ററുകളിലെല്ലാം. और हर परिस्थिति में उन्हें एकरस रहने की तथा शिव बाबा की याद में लवलीन रहने की ताकीद करते थे. ഒപ്പം ബാബ കത്തുകളിൽ സൂചന കൊടുത്തിരുന്നു, ഏത് സാഹചര്യം വന്നാലും ഏകരസസ്ഥിതിയിലിരിക്കണം, ശിവ ബാബയുടെ ഓർമ്മയിലിരിക്കണം. ലാസ്റ്റ് ലെറ്ററുകൾ ബാബ എല്ലാവർക്കും അയച്ചത് ഈ പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. ബാബ ബുദ്ധിമാനല്ലേ? കാരണം ബാബയ്ക്ക് അറിയാമായിരുന്നല്ലോ താൻ അവ്യക്തമാകാൻ പോവുകയാണ്. അപ്പോൾ ബാബ അവ്യക്തമാകുന്നതും തൻ്റെ കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് ബാബ ആഗ്രഹിച്ചിരുന്നു. താൻ പോയാലും കുട്ടികൾ ഡിസ്റ്റർബ് ആകാൻ പാടില്ല. जैसे कि पहले कहा जा चुका है, उन्हीं दिनों ब्रह्मा कुमारी दीदी मनमोहनी जी इलाहाबाद गई थी और प्रकाशमणि दादी जी ब्रह्मा कुमारी सुंदरी जी, അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദീദി അലഹബാദിലേക്ക് പോയി, പിന്നെ പ്രകാശ്മണി ദാദിജി, സുന്ദരി ദാദി, ഇഷു ദാദി, संदेशी दादी, लच्चू बहन, भोली दादी, जवाहर दादी, आनंद किशोर दादा, विश्वरतन दादा, चंद्रहास दादा, കൂടാതെ മറ്റു കുറച്ച് സഹോദരന്മാർ. പാണ്ഡവ് ഭവനിലെ എല്ലാ കാര്യങ്ങളും ഇവർ കുറച്ച് പേരുടെ നേതൃത്വത്തിലാണ് നടന്നിരുന്നത്. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. नित्य की न्यायी प्रातः और सायंकाल बाबा ज्ञान मुरली द्वारा सबको आध्यात्मिक लाभ देते रहते थे. ബാബ എല്ലാ ദിവസത്തെ പോലെ രാവിലെ മുരളി, രാത്രി ക്ലാസ്, ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടുന്ന
ആധ്യാത്മിക പാലന ബാബ നൽകിക്കൊണ്ടിരുന്നു. രാവിലെയും വൈകിട്ടും. പകൽ സമയത്ത് എല്ലാവരും അവരവരുടെ കർമ്മയോഗി ജീവിതത്തിൽ. വിശ്വ ഇതിഹാസത്തിൽ ഏറ്റവും അത്യന്തം മഹത്വപൂർണമായ ദിനം അങ്ങനെ കടന്നു വന്നു. ജനുവരി 18, 1969 പ്രഭാതവേളയിൽ ബ്രഹ്മബാബയുടെ ശരീരമാകുന്ന രഥം മുരളിക്ക് യോജിക്കുന്ന തരത്തിൽ, മുരളി ഉച്ചരിക്കുന്ന തരത്തിൽ ശരീരം കണ്ടീഷനിലായിരുന്നില്ല. ഷുഗർ ലെവല് ബാബയുടെ വളരെയധികം കൂടി. അതുകൊണ്ടത് ഹാർട്ടിന് കുറച്ച് ബാധിച്ചു. മറ്റ് ചില ശാരീരിക ബുദ്ധിമുട്ടുകളും ബാബയ്ക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ബാബയുടെ ആധ്യാത്മിക സ്ഥിതി വളരെ യോഗയുക്തമായിരുന്നു, അലൗകികമായിരുന്നു, വളരെ മധുരമായിരുന്നു. ബാബയുടെ മുഖത്ത് കണ്ടാൽ ആർക്കും മനസ്സിലാകുമായിരുന്നില്ല ഇത്രയധികം ശാരീരിക വ്യാധി ബാബയെ പിടികൂടിയിട്ടുണ്ട്. അതും ആ വ്യാധി അതിൻ്റെ ഉഗ്രരൂപം പൂണ്ടു കഴിഞ്ഞു എന്നും ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത്ര സ്വീറ്റായിരുന്നു ബാബയുടെ മുഖം. ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്നു. പക്ഷേ മനസ്സ് ബാബയുടെ വളരെ സന്തോഷം കൊണ്ട് നിറഞ്ഞ അവസ്ഥയായിരുന്നത് കാരണം ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് അത്ര വലുതായിട്ട് ഡോക്ടർക്ക് പോലും തോന്നിയില്ല. കുട്ടികൾക്കും ബാബയുടെ കൂടെ ഉണ്ടായിരുന്ന മക്കൾക്കും രാവിലെ ബാബ എഴുന്നേറ്റ് വന്നില്ലെങ്കിൽ ആദ്യമായിട്ട് ബാബ മുരളി പറയാതിരുന്ന ഒരേ ഒരു ദിവസമാണെന്ന് ബാബയുടെ രഥത്തിൽ. എന്നിട്ടും ബാബയുടെ സ്ഥിതി, ആത്മീയ സ്ഥിതി വളരെ ഉയർന്നത് കാരണം കുട്ടികൾക്കാർക്കും തോന്നിയില്ല ബാബ ഇത്രയധികം, അതായത് ബാബ ശരീരം വിടുന്ന തരത്തിലുള്ള ഒരവസ്ഥയിലാണ് എന്നാർക്കും മനസ്സിലായില്ല. बाबा के अनेक वर्षों से चले आते प्रतिदिन के कार्यक्रम में വർഷങ്ങളായി നടന്നു വന്ന മുരളി, അതിൽ ഒരു മാറ്റം വന്നു. ഒരിക്കൽ പോലും മുരളി മുടങ്ങിയിട്ടില്ലാത്തതായിരുന്നു. ബാബാ കാ ശരീർ രൂപി രഥ നിത്യക്ക് ന്യായി സഹയോഗ്. അന്നത്തെ ദിവസം ബാബയുടെ ശരീരമാകുന്ന രഥം നിത്യ കർമ്മങ്ങൾ, ബാബയുടെ ഡെയിലി റുട്ടീൻ വളരെ അക്യുറേറ്റ് ആയിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം ബാബയുടെ ദിനചര്യകൾ അതേപോലെ നടന്നില്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചു, എന്തോ ബാബയ്ക്ക് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടിന്ന് മുരളി നടന്നില്ല. പക്ഷേ ഇത് ഒരു സൂചനയായിരുന്നു. ശരീരമാകുന്ന പ്രകൃതി പ്രതികൂലമായി കാണിക്കുകയായിരുന്നു. പക്ഷേ ബാബയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ उसका स्पष्ट प्रदर्शन न होने के कारण यह है कि बाबा की आध्यात्मिक शक्ति प्रकृति को अधीन किए हुए है. ശരീരം ഇത്രയധികം പ്രതികൂലമായിരുന്നിട്ടും ബാബയുടെ വാക്കുകളിലൂടെ ആർക്കും മനസ്സിലായില്ല ഇത്രയധികം രോഗഗ്രസ്തമാണ് ശരീരമെന്ന്. बाबा के विश्राम तथा औषधि उपचार की ओर पूरा ध्यान दे रहे थे. പക്ഷേ കുട്ടികൾ ബാബയുടെ റെസ്റ്റിലും അതുപോലെ ബാബയെ വളരെ നല്ല രീതിയിൽ പരിചരിച്ചു. മരുന്നെല്ലാം ബാബയ്ക്ക് കൊടുക്കുന്നതിൽ ശ്രദ്ധിച്ചു. परंतु जब उन्होंने अन्य ब्रह्मावलसों को सूचना देने का संकल्प किया तो स्वयं बाबा ने ही उन्हें रोक दिया और मुस्कुराते हुए कहा, बच्चे बाबा तो ठीक ठाक है. മറ്റാരോടും ബാബയുടെ ശാരീരിക ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയണ്ട എന്ന് ബാബ തന്നെ പറഞ്ഞു. ആരെയും അറിയിക്കണ്ട എന്ന്.
കാരണം ബാബ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബാബയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ചിന്തിക്കണ്ട, ഡ്രാമ പ്രസ്തർ രഹോ. ബാബ പറഞ്ഞ ഡ്രാമയുടെ പാഠത്തിൽ ഉറച്ചിരിക്കും. അപ്പോഴും ബാബ അതാ പറഞ്ഞു. तो भी ब्रह्मावसु ने अनुनय विनय करके उस दिन बाबा को ये स्वीकार करा ही लिया कि प्रातः क्लास बच्चे स्वयं कर लेंगे. പിന്നെ ബാബയെ അനുനയിപ്പിച്ച് ക്ലാസ്സിലേക്ക് വരണ്ടെന്ന് മാത്രം, രാവിലെ ക്ലാസ്സിൽ വരണ്ടെന്ന് മാത്രം ബാബയോട് പറഞ്ഞു. പിന്നെ അന്ന് ദാദിയാണ് ക്ലാസ് എടുത്തത്. ഫിർ ബി അധക് സേവാധരി വിശ്വകല്യാൺകാരി. രാവിലെ ബാബ ക്ലാസ്സിൽ വന്നില്ല, പക്ഷേ അക്ഷീണ സേവാധാരി, വിശ്വമംഗളകാരി, മഹാദാനി, വരദാനി, ദയാമനസ്കനായ ബാബ ആ ദിവസം ക്ലാസ്സിന് ശേഷം കുച്ച് സമയം ലഗാക്കർ സേവാ കേന്ദ്രവും സേ ആയേ ഹുയേ. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ബാബ എത്ര ലെറ്ററുകൾ വന്നിരുന്നു അന്നും, മറ്റ് സെൻറ്ററുകളിൽ നിന്നും കുട്ടികളിൽ നിന്നും എല്ലാ ലെറ്ററുകൾക്കുമുള്ള മറുപടി എഴുതി പോസ്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ചു. और യഥാപൂർവ പാണ്ഡവ് ഭവനമേ, അപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയും ബാബ പോയി പരിശോധിച്ചു. മേശ്രിമാർക്കെല്ലാം വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി. ചന്ദ്രഹാസ് ദാദയായിരുന്നു നിർമ്മാണ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അപ്പോൾ ചന്ദ്രഹാസ് ദാദയ്ക്കും വേണ്ടുന്ന ഡയറക്ഷൻസ് എല്ലാം ബാബ കൊടുത്തിട്ട് വന്നു. ഫിർ ബാബാനെ സായങ്കാൽ നിത്യ ക്ലാസ് കെ സമയത്തെ പഹലേ ഹി, പിന്നെ സായം സന്ധ്യയിലെ ക്ലാസ്സിന്, ബാബ രാത്രി ക്ലാസ്സിന് വേണ്ടിയിട്ട് ഡെയിലി ക്ലാസ്സിൻ്റെ സമയത്തേക്കാൾ മുൻപേ ക്ലാസ്സിലെത്തി. നേരത്തെ ക്ലാസ് വയ്ക്കുക പറഞ്ഞു ബാബ. അങ്ങനെ എല്ലാവരും കുട്ടികളും വേഗം ഭോജനം കഴിച്ചിട്ട് വന്നു. ഹിസ്റ്ററി ഹാളിൽ എല്ലാവരും ഒരുമിച്ചിരുന്നു. ബാബ വളരെ ഓജസ്സും തേജസ്സുമാർന്ന തൻ്റെ മുഖകമലത്തിലൂടെ കുട്ടികൾക്ക് മുന്നിൽ ദൃഷ്ടി കൊടുത്ത് ക്ലാസ് എടുത്തു. തബ് മധുർ മുസ്കാൻ ലിയേ ഹുയെ ബാബാനെ ഉസ് ഹാൾ മേ, വളരെ പുഞ്ചിരിച്ച മുഖത്തോടെ ബാബ ക്ലാസ് ഹാളിലേക്ക് വന്നു. ക്ലാസ് മേ ആനെ കി പ്രേരണ കെ പീച്ചെ ബാബ ക അവശ്യ ഹി. അന്ന് ബാബ ക്ലാസ്സിന് വന്നതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ബാബയ്ക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. കുട്ടികളോട് യാത്ര പറയുക. कम से कम वर्षों ने ये तो सोचा ही होगा कि अब बाबा का शरीर रूपी रथ ठीक है, तभी तो बाबा क्लास में आए हैं. ഫസ്റ്റ് ബാബയുടെ സങ്കല്പം ഇതായിരുന്നു, ബാബയ്ക്ക് ബാബ ഓക്കെയാണ്, അതുകൊണ്ടാണ് ബാബ ഇപ്പോൾ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. ബാബ കാ തോ യഹി ഭി, രണ്ടാമത്തെ ബാബയുടെ ലക്ഷ്യം ബच्चे उनके शरीर के बारे में निर्संकल्प हो जाए. ബാബയ്ക്ക് അസുഖമാണെന്ന സങ്കല്പത്തിൽ നിന്ന് കുട്ടികൾ ബാബയ്ക്ക് മുക്തമാക്കണമായിരുന്നു. എന്നിട്ട് കുട്ടികൾ ശിവ ബാബയുടെ സ്മൃതിയിലിരിക്കണം. അല്ലെങ്കിൽ ബ്രഹ്മ ബാബയ്ക്ക് എന്ത് പറ്റി, ബാബ ക്ലാസ്സിൽ വന്നില്ലല്ലോ, സുഖമില്ലല്ലോ, ഇത് ചിന്തിക്കണ്ട പറഞ്ഞിട്ട് ബാബ ആ സമയവും കൂടി ശിവബാബയുടെ ഓർമ്മയിലിരുന്നോട്ടെ എല്ലാവരും. തൻ്റെ ശരീരത്തെക്കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചോ ചിന്തിക്കരുത് പറഞ്ഞിട്ട് ബാബ സ്വയം ഇറങ്ങി വന്നു ക്ലാസ്സിലേക്ക്. संसार में कई लोग तो ऐसे होते हैं जो अपनी शारीरिक व्याधि का भी ആൾക്കാർ ലോകത്തിലെ മെജോറിറ്റി ഇങ്ങനെയാണ്. തനിക്ക് ശരീരത്തിന് സുഖമില്ലെങ്കിൽ തൻ്റെ ശാരീരിക വ്യാധിയെ മറ്റുള്ളവരുടെ മുന്നിൽ തൻ്റെ കഷ്ടങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ക്ലേശങ്ങളെയും പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ പേരും. അപൂർവം മഹാത്മാക്കൾ ഇങ്ങനെയുണ്ട്. അവർ തങ്ങളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളുമെല്ലാം ആരുടെയും മുന്നിൽ കാണിക്കാതെ യഹം ബാബാക്കെ പുരുഷാരത് കിയെ പരകാഷ്ഠാധി, ബാബയുടെ പുരുഷാർത്ഥം അങ്ങനെയുള്ളതായിരുന്നു. ഇത്തനി വൃദ്ധായു മേ ഭീ ശരീർ പർ, ബാബ
93 വയസ്സുണ്ടെങ്കിലും ശാരീരികമായിട്ടും ബാബയുടെ അലൗകിക ശോഭ ഇത്രയധികമായിരുന്നു. 93 വയസ്സിലും ബാബ നട്ടെല്ല് നിവർത്തി ചമ്രം പടിഞ്ഞിരിക്കുമായിരുന്നു, ഒരു സപ്പോർട്ടുമില്ലാതെ. അങ്ങനെ ബാബ ഇരിക്കുന്നത് കാണുമ്പോൾ ബാബയുടെ ആ 93 വയസ്സിലെയും ശബ്ദം കേൾക്കുമ്പോൾ ആർക്കും ബാബയോട് ചോദിക്കാൻ ഈ ധൈര്യം ഉണ്ടാകുമായിരുന്നില്ല, ബാബയ്ക്ക് സുഖമല്ലേ, അസുഖമൊന്നും ഇല്ലല്ലോ എന്നാർക്കും ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഉൻകെ ബോൽചാൽ ഓർ മധുർ ചിത്വൻ കോ ദേഖക്കർ, ബാബയുടെ വാക്കുകളും ബാബയുടെ മനോസ്ഥിതിയും കണ്ടിട്ട് വളരെ ആരോഗ്യത്തോടിരിക്കുന്നവർ പോലും അത്ഭുതപ്പെടും. തങ്ങളുടെ സ്ഥിതി ബാബയെ പോലെ അല്ലല്ലോ എന്ന് തോന്നുമായിരുന്നു. ये भला कैसे हो सकता था कि बाबा दिन भर में एक बार भी क्लास ना कराए. ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ക്ലാസ് എടുക്കാതിരിക്കുക, ബാബ കുട്ടികൾക്ക് മുന്നിൽ ജ്ഞാനചർച്ച ചെയ്യാതിരിക്കുക, ഇതെങ്ങനെ നടക്കും? മനുഷ്യ ആത്മാओं के कल्याण के लिए बाबा कुछ न कुछ महावाक्य रूबी രത്തൻ. അതുകൊണ്ട് അന്നും ബാബ രാത്രി ക്ലാസ്സിൽ മക്കളുടെ മംഗളത്തിന് വേണ്ടി കുറച്ച് മഹവാക്യങ്ങൾ രത്നങ്ങൾക്ക് സമാനം എല്ലാ ദിവസത്തെയും പോലെ മക്കൾക്ക് പ്രദാനം ചെയ്തു. तब आज भला शारीरिक अस्वस्थता उनके दादापन के कर्तव्य को कैसे रोक सकते थे. സുഖമില്ല എന്നതിൻ്റെ പേരിൽ ബാബയുടെ ആ ദാദാ സംസ്കാരത്തെ തടയാൻ ശരീരമാകുന്ന പ്രകൃതിക്ക് പോലും അന്നത്തെ ദിവസം കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ബാബയെ തടയാൻ साकार रूप द्वारा बाबा की अंतिम वाणी. उस दिन बाबा के मुख से जो वचन निकले, അന്ന് രാത്രി ക്ലാസ്സിൽ ബാബയുടെ മുഖാരവിന്ദത്തിലൂടെ വന്ന വാക്കുകൾ, അത് പല അർത്ഥത്തിലും ഏറ്റവും ഉയർന്നതും മക്കളുടെ ഉള്ളിൽ മഹാപരിവർത്തനമുണ്ടാക്കുന്നതിന് അനുയോജ്യമായ പാഠങ്ങളായിരുന്നു. ബാബ की वो वाणी मन को दिव्यता के शिखर पर, ബാബയുടെ അന്തിമ മഹവാക്യങ്ങൾ മനസ്സിനെ ദിവ്യതയുടെ ശിഖരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്നതായിരുന്നു. അതിൽ 2 കാര്യങ്ങൾ വിശേഷപ്പെട്ടതുണ്ടായിരുന്നു. അത് ജീവിതത്തിൽ ആചരിക്കുന്നതിലൂടെ मनुष्य के लिए सुख और शांति के खजाने खुल जाते. കുട്ടികൾക്ക് ബാബയുടെ അന്തിമ മഹവാക്യങ്ങൾ ഏത് കുട്ടികൾ തങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുന്നു, ആചരിക്കുന്നു, അവർക്ക് തങ്ങളുടെ ജീവിതത്തെ സുഖവും ശാന്തിമയവുമാക്കി മാറ്റാൻ വളരെ എളുപ്പം കഴിഞ്ഞിരുന്നു. അങ്ങനെയുള്ള മഹവാക്യങ്ങളാണ് ബാബ അവസാനം ഉച്ചരിച്ചിരുന്നത്. बाबा ने बहुत ओजस्वी शब्दों में समझाया था. ലാസ്റ്റ് മുരളി ബാബയുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ബാബ എന്തൊക്കെയാണ് പറഞ്ഞത്? 2 മുഖ്യ കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിലൊന്ന്, നിന്ദ കർണേ വാലേക്ക് പ്രതി കഭി ഘൃണ നഹീ കർണി ചെയ്യേ. ആര് നിങ്ങളെ നിന്ദിക്കുന്നോ അവരോടൊരിക്കലും വെറുപ്പ് തോന്നരുത് മക്കളെ. जो आलोचना करके हमारी कमियों को और हमारा ध्यान खिंचवाता है. രണ്ടാമത്തത് പറഞ്ഞത് ബാബ, നമ്മുടെ കുറവുകളിലേക്ക് ആര് ചൂണ്ടിക്കാണിക്കുന്നു അവരെ നമ്മൾ നമ്മുടെ സത്യമായ മിത്രമായി അംഗീകരിക്കണം. ആര് നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചു തരുന്നു അവരെ നമ്മുടെ സത്യമായ മിത്രമായി അംഗീകരിക്കണം. ബാബയുടെ വാക്കുകൾ എന്തായിരുന്നു? നിന്ദ ഹമാരി ജോ കരേ മിത്ര ഹമാരി സോയ്. സിന്ധിയിലെ ചൊല്ലുകളായിട്ടാണ് ബാബ പറഞ്ഞത്. ക്യോങ്കി ധ്യാൻ ദേനെ പർ ഹി തോ ഹം ഉൻ കമിയോം കോ, കാരണം അവർ ചൂണ്ടിക്കാണിച്ച
താങ്കളുടെ കുറവുകൾ എന്തൊക്കെയാണോ അതിലേക്ക് താങ്കളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണെങ്കിൽ ആ കുറവുകളെ മാറ്റിയെടുത്ത് ഉയർന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കുട്ടികൾക്ക് കഴിയും. ബാബ ने उस वाणियों में ये भी समझाया था. ആ ലാസ്റ്റ് വാണിയിൽ ബാബ ഇതും പറഞ്ഞിരുന്നു, പരചിന്തനം പതനത്തിൻ്റെ വിത്താണ്. പരചിന്തനം പതനത്തിൻ്റെ വിത്താണ്. ആത്മചിന്തനം ഉന്നതിയുടെ പടവാണ്. പരചിന്തനം പതനത്തിൻ്റെ വിത്താണ്. ആത്മചിന്തനം ഉന്നതിയുടെ വിത്താണ്, ഉന്നതിയുടെ പടവുകളാണ്. ഇപ്രകാരം ബാബ മഹത്തായ ശിക്ഷണങ്ങൾ നിറഞ്ഞ മുരളി കേട്ടിട്ട് കുട്ടികളുടെ എല്ലാ ഹൃദയത്തിൽ നിന്ന് കോടി കോടി കൃതജ്ഞത ബാബയ്ക്ക് മുന്നിൽ അർപ്പിക്കപ്പെട്ടു. പിന്നെന്ത് സംഭവിച്ചു? നാളെ കേൾക്കാം. ഓം ശാന്തി. किसका नहीं तू प्यारा, सबका तू ही सहारा. किसका नहीं तू प्यारा, सबका तू ही सहारा. परमात्मा तुम ही हो, परमात्मा शिव नाम है तुम्हारा. किसका नहीं तू प्यारा, सबका तू ही सहारा. तुमने ही भेद खोले, सारे अगम निगम के हैं छट गए कुहासे. अज्ञान और भरम के गीता